ജനിച്ച പുണ്യരാത്രി ഒന്നു ചേർന്ന് പാടിടേണം ഹല്ലേലൂയ ഹല്ലേലൂയ സ്നേഹവേദിയിൽ. നമസ്കാരം. ഈ ഡാൻസ് കളിക്കുന്ന മഹത് വ്യക്തിയുടെ പേരാണ് അനിൽ ജോസ് പെരേര. അടുത്ത സമയത്ത് എന്തൊക്കെയോ സിനിമയിലോ എവിടെയൊക്കെയോ മുഖം കാണിച്ചെന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ശരി, കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഇവന്റെ തനിക്കോണം മനസ്സിലായി കാണും. കൊല്ലം സുധിയുടെ 2ാം ചരമവാർഷികം ജൂൺ 5-ാം തീയതി ആയിരുന്നു. പിന്നെ രേണു സുധിയുടെ വീട്ടിലും, അതായത് സുധിയുടെ വീട്ടിലും 2 വീട്ടിലും ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രേണു സുധിയുടെ വീട്ടിലെ ചടങ്ങുകൾ വളരെ വിചിത്രമായ രീതിയിൽ ഒരു ആഘോഷമായി ആണ് എല്ലാവരും അവിടുത്തെ വീഡിയോയും അവിടുത്തെ സെറ്റപ്പും എല്ലാം കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്തില് ഡാൻസ് കളിച്ച ആ ഡാൻസ് ഞാനിവിടെ കാണിക്കുന്നില്ല. അതിനെ പ്രോത്സാഹിപ്പിച്ച് രേണു സുധിയുടെ കയ്യടിയും ഒക്കെ ആയിട്ട് നിങ്ങളെല്ലാം കണ്ടു കാണും, അതിനും കാണിക്കില്ല. പിന്നെ ഇവന്റെ ചില കോപ്രായങ്ങൾ, ഇവന് ഈ ഇതുപോലുള്ള കോപ്രായങ്ങൾ പാട്ട് പാടാൻ അറിയാവോ? അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയാവോ? അതറിയത്തില്ല. പിന്നെ ഒരുമാതിരി അറിയത്തില്ല. ഈ സമൂഹത്തില് ഇതുപോലുള്ളവന്മാരെ പൊക്കിയെടുത്തു നടക്കുന്ന പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരൊക്കെ വളരുന്നത്. ഒരു ഭാരതർപ്പണം അത് രാജാതിരാജന്റെ രാവണിൽ നിന്ന് വന്ന ശാന്തരാത്രി. ഇവൻ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളാണ്. ഇവന്റെ സ്വത്തിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ സ്വത്തൊക്കെ എന്തോ അനാഥാലയത്തിന് പോകുന്നു, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് അവൻ പേഴ്സണൽ കാര്യമാണ്, അതോടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവൻ പല കല്യാണ സ്ഥലങ്ങളിലും കയറി വരും ഡാൻസ് കളിക്കാൻ. സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വന്ന് ഈ ആശാൻ ഡാൻസ് കളിക്കുന്നത് ഈ കപ്പിൾസിന് ഭയങ്കര. മറ്റേ നേരത്തെയൊക്കെ ഇവരെ എന്തുവാ വീൽ ബാറിൽ കൊണ്ടുപോവുക, ട്രാക്ടറെ കൊണ്ടുപോവുക, JCB, അതൊക്കെ മാറി. ഇപ്പം അനിൽ ജോസ് പെരേര കല്യാണ വേദികളിൽ പോയി കിടന്ന് അവസാനം DJ പാർട്ടി ചെയ്യുന്നതാണ് അളിയന്റെ വേറൊരു പരിപാടി. ഈ കലാകേരളത്തില് ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, അടുത്ത സമയങ്ങളിൽ പലതും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഇതുപോലുള്ള കലാരൂപങ്ങളാണ്. യഥാർത്ഥ കലയോ കലാകാരന്മാരെയോ അംഗീകരിക്കാതെ ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കുറെ ആൾക്കാരെയാണ് നമ്മുടെ സമൂഹം കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോ എന്ത് പറയാൻ പറ്റും? പിന്നെ രേണുസുധിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിനെ കുറിച്ച് അവരുടെ മകൻ തന്നെ വന്ന് അതിനെ ചില ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. പുള്ളി അറിയാം, പുള്ളി എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം. അമ്മയും ഋതുട്ടനെയും നന്നായി നോക്കണേ മോനെ, മക്കൾ എങ്ങോട്ടാണ്? ഇതൊക്കെ ആരാ സെലക്ട് ചെയ്ത? അടുത്ത പേര് ഈ കിച്ചു എന്നും പറഞ്ഞിട്ട് ആണ്, കിച്ചു ആർഡി എന്നും പറഞ്ഞിട്ട് ഇപ്പം ഈ കൊല്ലം സുധിയുടെ മകൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ലൈഫ് സ്റ്റൈലൊക്കെയാണ് പുള്ളി ഇപ്പൊ ചെയ്യുന്നത്. എന്തായാലും കൊല്ലം സുധിയുടെ മകനായതുകൊണ്ട് തന്നെ കുറെ കഴിവുകൾ അദ്ദേഹത്തിന്റെ ഈവനിലൂടെ നമുക്ക് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെ. ഇതുപോലുള്ള റീൽസുകളൊക്കെ ചെയ്താണ് രേണുസുധിയുമായി ഇപ്പോൾ അനിൽ പെരേരയുടെ പോക്ക്. അപ്പം അവര് തമ്മിൽ അത്രയും അഭിനയം ഒക്കെ ഒരുമിച്ച് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കൊല്ലം സുധിയുടെ ഈ ആണ്ടിന്റെ തലേദിവസം ഒരു റീൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മീഡിയക്കാരെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഈ രേണുസുധിയുടെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ ഓട്ടോറിക്ഷ വന്നിറങ്ങുന്നത് അതൊക്കെ ചിലർക്ക് നിങ്ങളെ കണ്ടു കാണും. ഇതൊന്നും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് തന്നെ ശരിയല്ല, എന്നപ്പോലും പറയുകയാണ്.
അതായത് ഒരു കൊല്ലം സ്തുതിയുടെ അഭിനയ മുഹൂർത്തങ്ങളും അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ചാതുര്യവും എല്ലാം മലയാളികളുടെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പ് തന്നെ ഈ രേണു കാണിക്കുന്ന പണികൾ ഇപ്പോൾ കേരള സമൂഹം അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഇവര് പറയുന്നത് ഈ രേണുസുതിയും ഈ അനിൽ പെരേരയും ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് വരികയാണ്. അപ്പം ബിഗ് ബോസിനകത്ത് ഈ എന്ത് വിഡിത്തം എവിടെ കാണിക്കുന്നു കൂടുതൽ അവരെയാണ് ആദ്യം ചാൻസ് കൊടുക്കുന്നത്. അപ്പൊ മിക്കവാറും രേണുസുതിയും അനിൽ പെരേരയും ഒക്കെ അനിൽ ജോസ് പെരേരയൊക്കെ എടുക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇവർ ഈ തന്ത്രപ്പാട് ഈ കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് കാണിക്കുന്നത്. എന്തായാലും ശരി, ഇതുപോലുള്ള കോപ്രായങ്ങൾ ഇനി നമ്മൾ ബിഗ് ബോസിലും താമസിയാതെ കണ്ടു തുടങ്ങാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.